നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലം ഘടകകക്ഷികൾക്ക് നൽകരുതെന്ന് കോൺഗ്രസിൽ ആവശ്യം. മണ്ഡലം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കമ്മിറ്റി KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും കത്തു നൽകി. മണ്ഡലത്തിൽ വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ പോലുമില്ലാത്ത പാർട്ടിക്ക് സീറ്റ് കൊടുത്തതാണ് വൻ തോൽവിക്ക് കാരണമെന്ന് കത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ RSPക്കാണ് മട്ടന്നൂർ സീറ്റ് UDF നൽകിയത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ, അതിൽ ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന പരാജയം, ചിലയിടങ്ങളിൽ വലിയ വിജയം പലയിടത്തും നേടിയിട്ടും ചിലയിടങ്ങളിൽ വലിയ തിരിച്ചടി, അത് കൃത്യമായി വിലയിരുത്തി ആ രീതിയിലാണോ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അസ്മിത, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒരു യോഗം ചേർന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുവാനാണ് ഈ യോഗം ചേർന്നത്. അതിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മട്ടന്നൂർ നിയമസഭാ മണ്ഡലം വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിന് ആകെ വോട്ടുകൾ, അതായത് 15,000 വോട്ടുകൾക്ക് പിന്നിൽ മാത്രമാണ് CPMന്റെ ഈ കോൺഗ്രസ് ഉള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു കത്തയച്ചത്. ഈ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിലവിൽ മത്സരിക്കുന്നത് RSP ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് CPMന്റെ KK ശൈലജ ടീച്ചർ അവിടെ നിന്ന് ജയിച്ചത്. 60,000 വോട്ടുകൾ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് EP ജയരാജനും ആ മണ്ഡലത്തിൽ നിന്നാണ് ജനപ്രതിനിധിയായത്. അപ്പോഴും 40,000-ന് മുകളിൽ ഭൂരിപക്ഷം CPIMന് ഉണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരന് മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ 3,000 വോട്ടിന് മാത്രമാണ് പിന്നിലായത്. മാത്രമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിന്റെ കുറവ് മാത്രമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ RSP പകരം ഈ കോൺഗ്രസ് അവിടെ മത്സരിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ സീറ്റ് തന്നെ പിടിച്ചെടുക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവിടുത്തെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രകടിപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സീറ്റ് RSPയിൽ നിന്ന് തിരിച്ച് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നതിന്റെ കൂടി ഒരു സൂചനയാണ് ഇങ്ങനെ ഒരു ആവശ്യം മണ്ഡലം കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി KPCC നേതൃത്വത്തിന് അയച്ചതിന് കാരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.